നമസ്കാരം. പെർമനന്റ് ബർത്ത് കൺട്രോൾ മെഷർ ആയിട്ടുള്ള പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയുണ്ട്, ട്യൂബെക്ടമി എന്ന് പറയും. അപ്പൊ അത് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പ്രഗ്നൻസി പോസിബിൾ ആണോ? ആണെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഈ വന്ധീകരണ ശസ്ത്രക്രിയയെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ടെക്നിക്സ്, ദെൻ അതിനുശേഷം റെസ്റ്റ് എടുക്കേണ്ടത് എത്ര നാളാണ്, അപ്പൊ ഏത് മെത്തേഡ്സ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്, അതിനുശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എത്ര നാൾക്ക് ശേഷം സാധിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഒരു പ്രഗ്നൻസി പോസിബിൾ ആകണമെങ്കിൽ എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു പ്രൊസീജിയർ ആണ് പറയുന്നത്. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ട്യൂബെക്ടമി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം അത് മനസ്സിലാക്കിയിരുന്നാലേ അത് ചെയ്തവർക്ക് പിന്നീട് പ്രഗ്നൻസി പോസിബിൾ ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആവുകയുള്ളൂ. അപ്പൊ ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനകത്ത് ചെയ്യുന്നത് നമ്മുടെ യൂട്രസിനെ ഓവറേയും കണക്ട് ചെയ്തിട്ട് വരുന്ന ട്യൂബാണ് ഫെലോപ്പിൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഫെലോപ്പിൻ ട്യൂബിന്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത് മാറ്റിയ രണ്ട് അഗ്രത്തിനെയും ഒന്നെങ്കിൽ കോട്രൈസ് ചെയ്യും, അതായത് കരിച്ചു കളയും, അല്ലെങ്കിൽ ആ രണ്ടറ്റം കെട്ടിവെക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതിങ്ങനെ ലൂപ്പ് പോലെ ആക്കിയിട്ട് ബാൻഡ് ചെയ്യും. അപ്പോൾ ഓവറിൽ നിന്നുണ്ടാകുന്ന ഓവം, അതായത് എഗ്ഗ്, അത് യൂട്രസിലേക്ക് എത്താതെ പ്രിവെന്റ് ചെയ്യുകയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പാസേജ് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ തിരിച്ച് ഇത് ചെയ്തവർക്ക് വീണ്ടും ഒരു പ്രഗ്നൻസി പോസിബിൾ ആക്കണമെങ്കിൽ ആ പാസേജ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ട്യൂബൽ റീകനാലൈസേഷൻ എന്ന് പറയുന്നത്. ട്യൂബൽ റീകനാലൈസേഷനകത്ത് ഈ രണ്ട് അഗ്രത്തിനെയും വീണ്ടും തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തവരാണെങ്കിൽ, അപ്പൊ ലാപ്രോസ്കോപ്പി വഴി ഈ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തവരാണെങ്കിൽ അവർക്ക് അതിനകത്ത് എന്താണ് ഇതുപോലെ ലൂപ്പ് പോലെ ആക്കിയിട്ട് ക്ലിപ്പ് ചെയ്യുമായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് റീകനാലൈസേഷൻ ചെയ്യുമ്പോൾ ആ ക്ലിപ്പ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ഓപ്പൺ സർജറി ചെയ്ത് ഇതുപോലെ കോട്രൈസ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ അറ്റം ഇതുപോലെ കട്ട് ചെയ്ത് ടൈ ചെയ്യുകയോ ചെയ്തവരാണെങ്കിൽ അത് വീണ്ടും തുന്നി ചേർക്കുന്ന സമയത്ത് കുറച്ച് പോർഷൻ പോയിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ലെങ്തിൽ, ഫെലോപ്പിൻ ട്യൂബിന്റെ ആ ഒരു ലെങ്തിൽ ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഈ ലാപ്രോസ്കോപ്പി ചെയ്തവർക്കായിരിക്കും ആ ഒരു ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തിരിച്ചൊരു പ്രഗ്നൻസി പോസിബിൾ ആകാൻ കുറച്ചൊരു നേരിയ ശതമാനം ചാൻസ് കൂടുതൽ ഈ ലാപ്രോസ്കോപ്പി വഴി ചെയ്തവർക്കായിരിക്കും, ഓപ്പൺ സർജറി ചെയ്തവരെക്കാളും. നമ്മൾ സാധാരണ ഒരു മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് തുന്നി ചേർക്കുമല്ലോ, സ്റ്റിച്ച് ഇടുമല്ലോ, അതുപോലെ ഈ ഇതിന്റെ അറ്റങ്ങളെ തുന്നി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുന്ന സമയത്ത്, റീകനാലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റെ വയസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഒരു 35 വയസ്സ് 40 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ അണ്ടത്തിന്റെ പ്രൊഡക്ഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഈ സർജറി ചെയ്യുവാണെങ്കിൽ, അതായത് വീണ്ടും പ്രഗ്നന്റ് ആവാനുള്ള ഒരു സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ ഏജ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ സക്സസ് റേറ്റും കുറയും. അതായത് സർജറിയുടെ മാത്രം പ്രശ്നമല്ല, ഈ ഓവത്തിന്റെ പ്രൊഡക്ഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഏജ് കൂടുന്നതനുസരിച്ച് ഓവത്തിന്റെ പ്രൊഡക്ഷനും കൂടെ കുറയാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് അതിന്റെയും കൂടെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീടുള്ള പ്രഗ്നൻസിയുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് റീകനാലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം റെസ്റ്റിന് ശേഷം അവർക്ക് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതാണ്. പക്ഷെ എപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, അതായത് ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാധാരണ പ്രഗ്നൻസിയെ അപേക്ഷിച്ച് റീകനാലൈസേഷൻ ശേഷം പ്രഗ്നന്റ് ആകുന്നവർക്ക് ട്യൂബൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്കാൻ ചെയ്ത് എപ്പോഴും അത് കൺഫേം ചെയ്തിരിക്കണം. പ്രഗ്നൻസി ട്യൂബിലാണോ യൂട്രസിലാണോ എന്നുള്ളത് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്തിരിക്കണം. സാധാരണ പോലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു ആർത്തവിരാമത്തിലേക്ക് പോകുന്ന ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രഗ്നൻസി പോസിബിൾ ആകും. ഇനി ഇതല്ലാതെ പ്രഗ്നൻസി പോസിബിലിറ്റി ഉള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് IVF ആണ്. അപ്പൊ IVF-ല് ഓവ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സർജറിയുടെ ആവശ്യം വരുന്നില്ല. പുറത്തെടുത്തിട്ട് സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് തിരിച്ച് യൂട്രസിലേക്ക് നിക്ഷേപിക്കും. പിന്നീട് അവിടെ ഇത് പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭ്രൂണത്തിന്റെ വളർച്ച നമ്മുടെ ശരീരവുമായിട്ട് എത്രമാത്രം അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനൊരു വിഷയം മാത്രമേ ഉള്ളൂ. ട്യൂബൽ പ്രഗ്നൻസി എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ അവിടെ വരുന്നില്ല. സോ ഇതാണ് ട്യൂബൽ റീകനാലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പെർമനന്റ് ആയിട്ട് പ്രസവം നിർത്തിയവർക്കും വീണ്ടും പ്രഗ്നന്റ് ആവാൻ ഒരു ആഗ്രഹമുള്ളവർക്കും വീണ്ടും ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നുമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്ന രീതിയാണ് ട്യൂബൽ റീകനാലൈസേഷൻ.
ഈ ഒരു മെത്തേഡിനകത്ത് ഇപ്പോൾ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് മുറിച്ച് മാറ്റിയ ഒരു ഫലപ്പിൻ ട്യൂബിനെ വീണ്ടും കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ ഓവത്തിന്, അതായത് അണ്ടത്തിന് കടന്നു വരാനുള്ള ആ ഒരു പാസേജ് റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുവഴി വീണ്ടും സ്പെർമുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി പോസിബിൾ ആക്കാൻ പറ്റും.